ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ എന്താ നിങ്ങളോട് പറയണമെന്നില്ല, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാകും. കൂന്തലാണ് മെയിൻ കഥാപാത്രം. കൂന്തൽ നല്ല കുറുക്കി എടുത്തിട്ടുള്ള റോസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണിത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ നല്ല നെയ്ച്ചോറും ഉണ്ട്. നെയ്ച്ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് കൂന്തൽ റോസ്റ്റ്. സ്വതവേ കൂന്തൽ അങ്ങനെ മേടിക്കലില്ല, മീൻ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് മേടിക്കും. അങ്ങനെ അജ്മ മീൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്, 30 ദിറംസ് ആണ്. അതുപോലെ തന്നെ മത്തിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മന് ഭയങ്കര ഇഷ്ടമാണ് കൂന്തൽ റോസ്റ്റ്. കൂന്തൽ കിട്ടി കഴിഞ്ഞാൽ കൂന്തൽ റോസ്റ്റേൽ കൂന്തൽ വറുത്തരച്ചിട്ട് കറി, അത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കൂന്തൽ ഫ്രൈയും ആക്കും. കോഴിക്കോട് ബീച്ചിൽ വൈറലായിട്ടുള്ള കൂന്തൽ പൊരിച്ചത് ഞാൻ ഇതിൽ മുന്നേ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുണ്ടേനും, ഷോർട്സും ആയിട്ട് ഇട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്നാണത്. അത് അടിപൊളിയായിട്ടുണ്ടേനും. കൂന്തലിൻ്റെ മെയിൻ ഘടകം ക്ലീനിങ് ആണ്. കുറച്ച് ടൈം തന്നെ എടുക്കും കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാൻ. ക്ലീൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്കിത് കാണുമ്പം നമ്മൾ ഇളനീനില്ലേ, തേങ്ങേൻ്റെ ആ ചള്ള ഇളനീന് അതുപോലെ തോന്നുക. ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ശരിക്കും ഇത് ഇളനീൻ പോലെ തന്നെ ഉണ്ടാവുക. അപ്പം ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. കൂന്തലിൻ്റെ 1 കിലോനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ അതിൻ്റെ പുറന്തോല് നമ്മൾ മാറ്റിയെടുക്കണം. ഇന്നലെ മേടിച്ച കൂന്തലാണ്. അതിൽ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു മഷിയുണ്ട്, അത് പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു കളറായിട്ട് മാറും. അത് പൊട്ടാണ്ട് കിട്ടണം നമുക്ക്. എന്നും അങ്ങനെ ആയിട്ടില്ല കേട്ടോ. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, കൂന്തൽ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ക്ലീനിങ്ങും കൂടിയും കാണിക്കണം. അല്ലെങ്കിൽ അത് മുറിച്ചിട്ട് വാങ്ങുന്നതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഈ കൂന്തലിൻ്റെ തലഭാഗമൊന്നും എടുക്കലില്ല കേട്ടോ. പിന്നെ കൂന്തൽ പൊരിച്ചതിൻ്റെ വീഡിയോന് വേണ്ടിയിട്ട് മാത്രം ഞാൻ തലഭാഗം എടുത്തിട്ടുണ്ട്, എല്ലാണ്ട് തലഭാഗം എടുക്കലില്ല. അത് കാണുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പാർട്ട് മാത്രമേ എടുക്കലുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂന്തലിൻ്റെ മേലെയുള്ള തൊലിയെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ കൂന്തലിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കൂന്തൽ പൊരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൈപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഉള്ളിലത്തെ കച്ചറയും കാര്യങ്ങളും പോയിക്കോ ഇല്ലയോന്ന്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കണം. എനിക്ക് മെയിൻ ടഫായിട്ട് തോന്നിയത് കൂന്തൽ പൊരിക്കുന്ന ടൈമിനാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആയിക്കോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. ഞാൻ ഇപ്പം കൂന്തൽ മുറിച്ചിട്ടാണ് വെക്കുന്നത്. ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ പീസിലാണ് ഞാൻ കൂന്തൽ ഫ്രൈ ആക്കി എടുക്കുന്നത്. അതുകൊണ്ട് കൂന്തൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും ഉപയോഗിച്ചിട്ട് കൂന്തലിൻ്റെ ഒരു ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് കണ്ടാ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു ഇളനീൻ പോലെയില്ലേ നമ്മളെ തേങ്ങേൻ്റെ ഉള്ളു നന്നായിട്ട് കഴുകിയോണ്ട് തന്നെ കുറച്ച് അതിൻ്റെ കച്ചറ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അതൊരു ക്ലീനിങ് ടഫായിട്ടെന്ന് ഞാൻ പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ അധികം ഉണ്ടാക്കൽ, അല്ലെങ്കിൽ സ്ക്വയർ പീസെല്ലാം ആക്കിയിട്ട് ഉണ്ടാക്കല. ഞാൻ തലഭാഗമൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ കളറ് മഷിയാണ്, നമ്മൾ പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി ആ വെള്ളത്തിലുള്ളതാണ്. അപ്പോൾ കൂന്തലെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നീളത്തിലോ സ്ക്വയർ പീസിലോ കട്ട് ചെയ്തിട്ട് എടുക്കണം. അതും കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ ആദ്യം മീനെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. മത്തിയും അതുപോലെ കൂന്തലും എല്ലാം കിട്ടിയാൽ ആ ടൈമിന് എന്നെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എപ്പോൾ ഉപയോഗിക്കേണ്ടത് ആ ടൈമിന് ഉപയോഗിച്ചിട്ട് എടുക്കും. ഇത് ഞാൻ വെള്ളിയാഴ്ചയാണ് എടുക്കുന്ന വീഡിയോ. പിന്നെ എഡിറ്റിങ്ങും കാര്യത്തിനെല്ലാം വേണ്ടിയിട്ട് പിന്നെ ഡിലേ ആയിപ്പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. വെള്ളിയാഴ്ച എടുത്തതാണ്. വ്യാഴാഴ്ച ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് എൻ്റെ തൊട്ട് താഴെ റോഡുമലെല്ലാം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ തന്നെ ഞാൻ നോക്കുമ്പം വെള്ളമാണ് കണ്ടത്. പിന്നെ ഒരു വ്ളോഗായിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം നോർമൽ ഓരോരുത്തർക്ക് ഓരോ റെസിപ്പി വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് വ്ളോഗ് കാണണം. ചിലർക്ക് വ്ളോഗ് ഇഷ്ടപ്പെടണമെന്നില്ല, ഈ ഒരു റെസിപ്പി മാത്രം കാണണമെന്നുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്. മത്തി മുളകിട്ട കറി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും നന്നായിട്ട് കഴുകിയിട്ട് അരിപ്പയിലിട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഈ മസാലയിലേക്ക് 5 ഉള്ളിയും 2 തക്കാളിയും 2 പച്ചമുളകും ഒരു 5-6 വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നതിൻ്റെ തൊട്ട് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ മസാലക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ എടുക്കാം. ഇനി ഈ കാണിച്ച ഐറ്റംസ് എല്ലാം കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഉള്ളി ഫുള്ളായിട്ട് 5 എണ്ണം നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നില്ല. അതുപോലെ തന്നെ തക്കാളിയും ഞാൻ മുറിച്ചിട്ടുണ്ട്. നല്ല വെള്ളമുള്ള തക്കാളിയാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചിട്ട് ഞാൻ ചാച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ പച്ചമുളക് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഒന്നാക്കി എടുത്തിട്ടുണ്ട്. അത് ഒരുമിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഐറ്റംസിനെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്നാക്കി വാട്ടിയിട്ടെടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ആക്കി വെച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത്. പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാവരുത് കേട്ടോ. കുറച്ച് വെള്ളം അതിൻ്റെ ഒരു ഭാഗത്തുണ്ടേനും. പക്ഷേ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായിട്ടില്ല.
ഇടുന്നില്ല. ഇനി നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഒന്നും വഴറ്റണ്ടേയില്ല. അതിൻ്റെ ഒരു മണം ഒന്ന് മാറുന്നവരെ വഴറ്റിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട ഉടനെ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വാടിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് പിന്നെ പറയണ്ടല്ലോ വഴറ്റാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി വേഗം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഞാൻ മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വാടിക്കിട്ടും. അതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാലേ തക്കാളി ഇടാൻ പാടുള്ളൂ. തക്കാളിയിൽ നന്നായിട്ട് വെള്ളമുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് കിട്ടും. വയറ്റി ഒരു പരുവത്തിലാവണ്ട. കണ്ടായി ഇതുപോലെ കുറച്ചതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഒന്നും കൂടി ഒന്ന് വാട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് അടിഞ്ഞ് കിട്ടും. നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, പിന്നെ 1/2 ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂൺ മീൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫിഷ് മസാല അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫിഷ് മസാല ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ മുളകും പെരിഞ്ജീരകവും കുരുമുളകിൻ്റെ പൊടിയെല്ലാം കൂടിയിട്ട് ഒരു അടിപൊളി മസാലയാണ്. ഇനി കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ കുറവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാനൊരു കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടലി 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി കൂന്തൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തീ ഓണാക്കിയിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ കൂന്തലെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിൽ ഇത്രയേ വേണ്ടുള്ളൂ. കാരണം ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചതെന്ന് വെച്ചാൽ കൂന്തൽ വേവാൻ കുറച്ച് ടൈമാവും. അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ മുന്നേ ഞാൻ മഞ്ഞളും മുളകും ഇട്ടിട്ട് കൂന്തൽ വേവിച്ചെടുക്കലേനും. പക്ഷേ ഇങ്ങനെ തന്നെ ചെയ്തപ്പം സൂപ്പറായിട്ടുണ്ട്. 10-15 മിനിറ്റ് അതിൽ കൂടണ്ട, കറക്റ്റ് വേവാണ്. ഇനി ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിനുള്ള പരിപാടി എടുക്കാം. ഞാൻ ജീരകശാല അരി, വയനാടൻ കൈമ അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ തൊട്ട് താഴേന് നെസ്റ്റോ ഉള്ളതുകൊണ്ട് നന്മേൻ്റെ ഈ അരിയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് അളവാണ്. അപ്പം ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഈ ഒരു സ്റ്റീലിൻ്റെ പാട്ടയിൽ എടുത്തിട്ട് ബൗൾ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുക്കലാണ്. എനിക്ക് അളവ് തിരിയേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം സ്റ്റീലിൻ്റെ ഈ ഒരു മഗ്ഗിൽ എടുക്കുന്നത്. കറക്റ്റ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന റേഷ്യോയിൽ വെള്ളം എടുക്കാം. ഈസി ആയിട്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ എടുക്കണമെന്നില്ല. ഇനി ബൗളിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. നെയ്ച്ചോറിന് ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി ഇടുന്നില്ല. കാരണം എല്ലാവർക്കും നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അറിയുന്നതല്ലേ. പിന്നെ വെറുതെ വീഡിയോ ലോങ് ആയി പോകേണ്ടയില്ല. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കൂന്തൽ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അതിൽ മല്ലിച്ചപ്പും കറിവേപ്പിലയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് വെക്കുന്ന ഷോർട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടി ഇടുന്നുണ്ട്. നമ്മൾ കൂടുതലും ബിരിയാണി ഫാൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ബിരിയാണി നെയ്ച്ചോറിൽ ഉണ്ടാക്കൽ. മന്തി കുറവാണ് ഇഷ്ടം. നല്ല മസാലയിലിട്ട് ബിരിയാണി കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ വരുന്ന ഗസ്റ്റുകൾക്കും ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. നേരത്തെ ഉള്ളതിനെക്കാട്ടും കൂന്തൽ വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവും തോറും കൂന്തലിൻ്റെ കളറും മാറി വരും. ഏത് കറിയാണെങ്കിലും ഏത് റോസ്റ്റ് ആണെങ്കിലും ആ ടൈമിന് തന്നെ കഴിക്കാണ്ട് ആയിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിക്കുമ്പോൾ നല്ലൊരു ഡാർക്ക് കളറായും വരും. പിന്നെ തിക്നെസ്സും കൂടും. അങ്ങനെ ഉണ്ട് കേട്ടോ. തലേന്നത്തെ കറിക്ക് ഒരു ടേസ്റ്റ് കൂടുതലാന്ന് പറയും. കൂന്തൽ റോസ്റ്റ് ആയിട്ട് ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ ആ വലിയ അടുപ്പ് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് നെയ്ച്ചോറിൻ്റെ എല്ലാ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറിൻ്റെ അരിയും വെള്ളം എല്ലാം ഇട്ടിട്ട് നെയ്ച്ചോറ് ആയിട്ടുണ്ട്. നല്ല ആവി വറക്കുന്ന കറക്റ്റ് വേവുള്ള ഒരു നെയ്ച്ചോറാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഉള്ളി പൊരിച്ചതും പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിച്ചപ്പും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് മിക്സാക്കി എടുത്തത് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചോറ് ദമ്മിടുമ്പോൾ ഇടുന്നതാണ് കേട്ടോ. നമ്മൾ തലശ്ശേരിയിലെ ദമ്മിടൽ ചോറിൻ്റെ മെയിൻ ഘടകമാണിത്. 4 കപ്പ് അരി കറക്റ്റ് ആ സ്റ്റീലിൻ്റെ മഗ് ഫുള്ളായിട്ടുള്ളതുകൊണ്ട് ഞാൻ 1.5 കപ്പ് വെള്ളം എനിക്ക് വേഗം എടുക്കാൻ പറ്റിയിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന റേഷ്യോയിൽ എടുത്താൽ കറക്റ്റ് അളവാണ്. കൂന്തൽ റോസ്റ്റ് ആക്കി എടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. നല്ല കളറും അതുപോലെ തിക്നെസ്സും ആയിട്ടുണ്ട്. ഈ ഒരു റോസ്റ്റ് സൂപ്പറാണ്. ഈ ക്രിസ്മസിനും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നാളെ മറ്റന്നാളല്ലേ ക്രിസ്മസ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് നെയ്ച്ചോറിൻ്റെ ഒപ്പരയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിതൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യാൻ പോവാണ്. എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ഞാനും മക്കളുമാണ് കൂന്തൽ കഴിക്കുക. ഹസ്ബൻഡ് മീൻ കഴിക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ മീൻകറി അല്ലാത്ത മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ വൈകാതെ ഇടുന്നതായിരിക്കും. ഹസ്ബൻഡ് മീൻ കൂട്ടാത്തതുകൊണ്ട് മീൻകറി പോലെ തന്നെ ഒരു തക്കാളിക്കറി ഉണ്ടാക്കലാണ്. അങ്ങനെ നെയ്ച്ചോറും കൂടി ഞാനൊരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ ചോറ് കഴിച്ചോന്നല്ല ചോദിക്കുക. നമ്മൾ തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ളവർ ചോറ് വേയിച്ചോന്നാണ് ചോദിക്കുക. അതുപോലെ തന്നെ മീൻ കൂട്ടുക, മീൻ കഴിക്കുക എന്ന് പറയുന്നത് മീൻ കൂട്ടുക എന്ന് അറിയാം. അങ്ങനെ നമ്മൾ
നമ്മൾ കുറേ ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നിങ്ങളോട് പറയുമ്പം അങ്ങനെ പറയണമല്ലോ. ആദ്യം തന്നെ എപ്പം അവനാണ് സ്റ്റാർട്ട് ചെയ്യൽ. അപ്പം ഓൻ്റെ ഒരു എക്സ്പ്രഷൻ വീഡിയോ എടുത്താലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഓനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂന്തൽ. ഞാൻ എപ്പോഴെങ്കിലും കൂന്തലും അതുപോലെ തന്നെ കൊഞ്ചൻ ചെമ്മീൻ അതും റോസ്റ്റാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ പപ്പടമുണ്ട്, അച്ചാറുണ്ട്, തൈരുണ്ട്. ഞാൻ എപ്പോഴും ചമ്മന്തി ഉണ്ടാക്കലുണ്ട്, ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കെങ്കിലും ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളുന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.